ഹായ്, സൂപ്പുകൾ എപ്പോഴും ഹെൽത്തി ആണല്ലോ. അതുകൊണ്ട് നമുക്കിന്നൊരു ഗ്രീൻ സൂപ്പ് ഉണ്ടാക്കിയാലോ. 2 സുഖിനി കട്ട് ചെയ്തെടുക്കാം. സെലറിയുടെ 2 സ്റ്റെംസും കൂടെ അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിടാം. കുറച്ച് ബ്രൊക്കോളി, ഫ്രോസൺ ബ്രൊക്കോളിയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സ്വിസ് ചാർഡ്, സ്പിനാച്ച് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഗ്രീൻ ലീഫി ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്നും തീരെ ചെറുതായി കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി കുറച്ച് ക്യാബേജ്, ഇതെല്ലാം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു കോൾറാബി, അതിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണേ. ഇനി അതിലേക്ക് സെലറിയുടെ ലീവ്സും കൂടെ കട്ട് ചെയ്തിടാം. ഈ ഗ്രീൻ വെജിറ്റബിൾസ് എല്ലാം കാണുമ്പോൾ മുഖം ചുളിക്കണ്ട, സൂപ്പിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഒണിയൻ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത ഒണിയൻ ഇട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗണിഷ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സൂപ്പിൽ നമ്മൾ ഗ്രീൻ പീസും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ സൂപ്പിലേക്ക് ക്യാൻഡ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രീ കുക്ക്ഡ് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുക്ക് ചെയ്യാത്ത ഗ്രീൻ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ലീവ്സും വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് മൂടി വെച്ച് അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യണം. ഇനി അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുവാണ്. ഗ്രീൻ പീസ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണേ. എല്ലാം ഏകദേശം ഒന്ന് കുക്കായി വരുന്നത് വരെ ഇതുപോലെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് അത്യാവശ്യത്തിന് മാത്രം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് മഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുറുകിയ പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡറും സൂപ്പ് പൗഡറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ഗ്രീൻ സൂപ്പ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മഷ് ചെയ്തെടുക്കണേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഗ്രീൻ സൂപ്പ് റെഡിയായേ. ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും നന്നായി ചൂടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.